ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനുള്ള ഒരു മൈൻഡൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇന്നലെ രാത്രി പോയ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. പോരാത്തതിന് വൈഫൈ കണക്ഷനും ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും വെറുതെ ഇരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഒരു വ്ളോഗ് എടുത്തു. രാവിലെ തന്നെ കൊതുകടിയൊക്കെ കൊണ്ട് ഞാൻ എണീറ്റ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞ ഉടനെ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് പോകും. എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ എനിക്കിവിടുത്തെ വ്യൂ കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ മതിൽ ഇതാണ് ആ വ്യൂ കേട്ടോ. എന്ത് പച്ചപ്പാന്ന് നോക്കി, ഫുള്ള് ട്രീസാണ്. മതിലാണ് കേട്ടോ. ഈ മതിലിലാണ് ഇന്നലെ പെരുമ്പാമ്പ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇങ്ങോട്ട് വരാൻ. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പ്രധാന പൂജയുടെ ഭക്ഷണമാണ് കേട്ടോ. അവർ എല്ലാ ഫ്രൈഡേയ്സും അതുപോലെ തന്നെ ഇതുപോലെ പൂജയുള്ള സമയത്തൊക്കെ അവർ ഉണ്ടാക്കുന്ന പ്രധാന ഭക്ഷണമാണ് ഇത്. എന്താണെന്നറിയില്ല, ഇതൊരു സ്വീറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ പോലെ അതിൻ്റെ ടേസ്റ്റാണ്. നെയ്യപ്പം അത്രയും നല്ല പോലത്തെ ടേസ്റ്റ് അല്ലെങ്കിലും അതേപോലെ ഏതാണ്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് ഈ ചട്നീൻ്റെ കൂടെയാണ് അവർ കഴിക്കുന്നത്. അവർ എന്ത് ഫുഡ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ടൊരു ചട്നിയും കൂടെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പയർ തോരൻ പോലെയല്ല, സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി വന്നപ്പോൾ അതിൽ ഇച്ചിരി വെള്ളമൊക്കെ കൂടിപ്പോയി. പിന്നെ ഞാനതിനെ വറ്റിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനല്ലേ കഴിക്കുന്നത്. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് പയർ തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ചാള വറുത്തതുണ്ട്. ഇത് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല പോലെ പൊരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് പൊരിക്കാൻ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു മീൻ. പക്ഷേ ഇന്നലെ രാത്രിയെ കറണ്ട് പോയതായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്നത് കേട് വരും ഇത്ര മീൻ. പിന്നെ അത് ഭയങ്കര സ്മെല്ലാവും. അതുകൊണ്ട് ഞാനതെടുത്ത് ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ അങ്ങെടുത്ത് പൊരിച്ചു. പിന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ച് കേട്ടോ. ഇന്നലെ തന്നെ റൈസ് കുക്കറിൽ വെച്ചിട്ട് ഇന്നതെടുത്ത് ചൂടാക്കി. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇത്ര ചോറ് മതി, കുറച്ച് ചോറ്. ഇതെനിക്ക് 2 നേരം കഴിക്കാൻ വരും. 2 അല്ല 3 നേരം കഴിക്കാൻ വരും. ചെറിയൊരു പാത്രത്തിലാണ്, എന്നാലും ഞാൻ 2 നേരമായിട്ട് ഇത് കഴിക്കും. ഇത് ഇന്നലത്തെ കുറച്ച് കടലക്കറിയാണ് കേട്ടോ. അത് ഇന്ന് ഞാൻ എടുത്ത് ചൂടാക്കി. ഇതെല്ലാം ഫ്രിഡ്ജിലിരുന്നതാണ്. കറണ്ട് ഇല്ലാത്തതാണ് എനിക്ക് പണി കിട്ടിയത്. കാരണം ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടി വന്നു. ഞാൻ കിടന്ന് ഉറങ്ങേണ്ട ദിവസമാണ്. ഒന്നും ചെയ്യാതെ മടി പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ട ദിവസമാണ്. ഞാൻ കഞ്ഞിയും അച്ചാറും കൂടെ കഴിക്കാമെന്നുള്ള മൈൻഡ് സെറ്റാക്കിയിട്ടിരിക്കുമായിരുന്നു. പക്ഷെ എനിക്കിതെല്ലാം ചെയ്യേണ്ടി വന്നു. ഒന്ന് സാരമില്ല. പിന്നെ ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച സാധനമാണ്, അപ്പുറത്തെ പൂജയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. അത് ഒരെണ്ണം ബാക്കിയുണ്ട്. 2 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണേ കഴിച്ചിട്ടുള്ളൂ. കാരണം ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ നല്ല ഫില്ലിങ് പോലെ ആയി. പിന്നെ ഒരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് പിന്നത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുവാണ്. പിന്നെ എന്തായാലും വിശക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും വിശക്കും. കാരണം ഒരു 8:30 മണിയായപ്പോഴത്തേക്കാണ് ഞാൻ കഴിച്ചത്. അപ്പം ഇനി എന്തായാലും ഒരു 10-11 മണിയാകുമ്പം വീണ്ടും വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഇതെടുത്ത് കഴിക്കും. നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഫാൻറ്റസീൻ്റെ ചോക്കോ ഫിൽസ് ഇവിടെ ഇരിക്കുന്നേ. അപ്പം പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിത് കണ്ട് എപ്പോഴും എടുത്ത് കഴിക്കും. അപ്പം അല്ലെങ്കിൽ തന്നെ ഫുഡ് അടിക്കുന്ന ഒരു കുറവുമില്ല. പിന്നെ ഇതും കൂടെ ഇനി ഈ മധുരവും കൂടെ വലിച്ച് കയറ്റണ്ടെന്ന് വെച്ചിട്ട് അപ്പുറത്തൊരു കൊച്ചുണ്ട് കേട്ടോ. ആ കൊച്ചിന് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ താമസിക്കുന്ന നോർത്ത് ഇന്ത്യൻ കുട്ടിയാണ്. അപ്പോൾ ആ കൊച്ചിന് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പോയി അപ്പോൾ അതിന് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഞാനത് കൊണ്ടു കൊടുത്തപ്പോൾ അവളത് കയ്യിൽ വാങ്ങിയിട്ട് എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞ് അതും കൊണ്ട് ഓടിപ്പോവുകയാണ് കേട്ടോ, കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കോഴികളുടെ വൃത്തിനെ പറ്റി പറയണമെന്ന് തോന്നി. ഇവിടുത്തെ കോഴിക്കൊന്നും ഒരു വൃത്തിയില്ലല്ലേ. പുറത്തത്രയും മണ്ണൊക്കെ വാരി തേച്ച് വെച്ചേക്കും. നോക്കിയാണ് എല്ലും കൂടാ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയെങ്കിലും കാണും.
മഴ മാനത്ത് കണ്ടാൽ കുളിക്കാത്ത ഞാനാണ് കൂട്ടിലടച്ച് കിടക്കുന്ന കോഴീൻ്റെ വൃത്തിയെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മുഖത്ത് കാണുന്ന സഹാനുഭൂതി കറുത്ത കവറിൽ ചിക്കൻ കിട്ടുന്നത് വരേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. നല്ല കോട വന്നിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ് കേട്ടോ. എല്ലായിടത്തും നല്ല പച്ചപ്പാണേ. പിന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പാക്കറ്റ് പൊറോട്ടയാണ് മേടിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് പാക്കറ്റ് പൊറോട്ട ചൂടാക്കി കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ചിക്കനും ഉണ്ടാക്കി, ചിക്കൻ കറി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റിൽ വന്നു. അത്യുഗ്രനെന്നൊന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.